ഗുരുദേവ, മഹാമന്ത്രി, എന്റെ ജ്യേഷ്ഠൻ ശ്രീരാമചന്ദ്രമൂർത്തി ഈ കൊടും വനത്തിൽ കല്ലും മുള്ളും നിറഞ്ഞ ഈ വീതിയിലൂടെയാണോ നടന്നത്? അദ്ദേഹത്തിന്റെ മലർ പോലെയുള്ള പാദങ്ങൾ എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടാവും. രാജ്ഞിയായി വാഴേണ്ടിയിരുന്ന ജ്യേഷ്ഠത്തി ഈ കഷ്ടതകളെല്ലാം എങ്ങനെയാണ് സഹിക്കുന്നത്? ഈ കഷ്ടതകൾക്കെല്ലാം കാരണം എന്റെ മാതാവല്ലേ? ഗുരുദേവ, ഞാനൊരു പാപിയായി മാറിയല്ലോ. ജ്യേഷ്ഠൻ ശ്രീരാമചന്ദ്രമൂർത്തിയുടെ തിരുവടികൾ പതിച്ച ഈ കല്ലും മുള്ളും ചെയ്ത പുണ്യം പോലും ഞാൻ ചെയ്തിട്ടില്ലല്ലോ. ഗുരുദേവ, ഞാനൊരു പാപിയായി മാറി. ഗുരുദേവ, മഹാമന്ത്രി, ഇത്രയും കഠിനമായ കാടും മലയും കടന്നാണോ എന്റെ ജ്യേഷ്ഠൻ ശ്രീരാമചന്ദ്രമൂർത്തി വന്നത്? അദ്ദേഹത്തിന്റെ പാദങ്ങൾ എത്ര വേദനിച്ചു കാണും. ഇതിനെല്ലാം കാരണം ഞാനല്ലേ? ഞാനും എന്റെ മാതാവും അല്ലേ? വിഷമിക്കാതിരിക്കൂ ഭരത, വരൂ പോകാം. ആര്? ഭരതനോ? ജ്യേഷ്ഠൻ അന്വേഷിച്ച് വനത്തിലും വന്നു. അവൻ പടയോടെയാണ് വരുന്നത്. ജ്യേഷ്ഠ! സ്വാമി, കമ്പൊടിച്ചുകൊണ്ടുവരാൻ പോയ അങ്ങയുടെ അനുജൻ ലക്ഷ്മണനെ ഇതുവരെ കണ്ടില്ലല്ലോ. അതെ, ഞാനും അതിനെപ്പറ്റി തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ജ്യേഷ്ഠ! 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 ലക്ഷ്മണ, നീ എന്താണ് ഓടി വരുന്നത്? ജ്യേഷ്ഠ, ഭരതൻ പടയോടുകൂടി ഇവിടേക്ക് വരികയാണ്. എന്റെ അനുജൻ ഭരതൻ എന്നെ കാണാൻ വരികയാണെന്നോ? കാണാൻ വരുന്നതല്ല ജ്യേഷ്ഠ, കടുത്ത പകയോടുകൂടിയാണ് വരുന്നത്. നാട്ടിലങ്ങയുടെ ജീവിതം നശിപ്പിച്ച ആ കൊടുങ്കാറ്റ് കാട്ടിലേക്കും തുടർന്ന് വരികയാണ്. മാതാവ് നാട്ടിൽ നിന്നും പറഞ്ഞയച്ചപ്പോൾ പുത്രൻ കാട്ടിൽ നിന്നും പറഞ്ഞയക്കാൻ വരികയാണ്. അങ്ങൊരു വാക്ക് പറഞ്ഞാൽ മതി, ഭരതനെയും അവന്റെ പടകളെയും നശിപ്പിച്ചിട്ട് ഞാൻ തിരിച്ചു വരാൻ കൽപ്പിച്ചാലും ജ്യേഷ്ഠ. ആറുതൽ സിനമേ അன்றോ ലക്ഷ്മണ ആത്തിരപ്പടൽ നன்றോ. ആറുതൽ സിനമേ അன்றോ ലക്ഷ്മണ ആത്തിരപ്പടൽ നன்றോ. ലക്ഷ്മണ, ഭരതൻ വരുന്നത് സ്നേഹത്തോടെയാണ്, പകയോടെയല്ല. അല്പമൊന്ന് ക്ഷമിക്കുകയാണെങ്കിൽ അത് നിനക്ക് തന്നെ മനസ്സിലാകും. ക്ഷമിച്ചാണ് ജ്യേഷ്ഠ ഇന്ന് നമ്മൾ ഇവിടെ നിൽക്കേണ്ടി വന്നത്. ക്ഷമയെ കൈമുതലാക്കേണ്ടവർ ജ്ഞാനികൾ മാത്രമാണ്, നമ്മെപ്പോലുള്ള വീരന്മാരല്ല. ചക്രവർത്തിയുടെ പുത്രന്മാരായി പിറന്ന നമ്മൾ ഇത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് നാടും ബന്ധങ്ങൾ നഷ്ടപ്പെട്ട് ഇന്ന് നമ്മെ സ്വയം നഷ്ടപ്പെടുത്താൻ പോകുന്നത്. ലക്ഷ്മണ, ഭരതൻ നമുക്ക് വേണ്ടി എന്തും നഷ്ടപ്പെടുത്താൻ തയ്യാറായി നിൽക്കുകയാണ്. അവൻ മുഖേന നമുക്ക് നഷ്ടപ്പെടാനായി ഒന്നും തന്നെയില്ല. കൂടുതലായി പറഞ്ഞാൽ, ഞാൻ അവനോട് ഭരത, ലക്ഷ്മണന് നമ്മുടെ രാജ്യം വേണം, അതവന് കൊടുത്തേക്കൂ എന്ന് പറഞ്ഞാൽ ആ നിമിഷം തന്നെ ഇതാ ഇപ്പോൾ കൊടുക്കാം ജ്യേഷ്ഠാമെന്ന് പറയുമെന്നല്ലാതെ നിന്നെപ്പോലെ ആവശ്യമില്ലാതെ എടുത്തു ചാടില്ല. ലക്ഷ്മണ, പറയൂ, നിനക്ക് രാജ്യം വേണമോ? ജ്യേഷ്ഠ, അങ്ങയുടെ ലക്ഷ്മണനെ നോക്കിയാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്കെല്ലാം തന്നെ അങ്ങല്ല ജ്യേഷ്ഠ. ഭരത, അനുജ, എഴുന്നേക്കൂ. അനുജ, ഭരത,
ജ്യേഷ്ഠ, ഭരത, ജ്യേഷ്ഠ, ജ്യേഷ്ഠ, അങ്ങേ എനിക്ക് ഈ രൂപത്തിൽ കാണേണ്ടി വന്നല്ലോ. ജ്യേഷ്ഠ, ഞാൻ മഹാപാപിയാണ്, മഹാപാപിയാണ്. ജ്യേഷ്ഠ, അനുജ കരയാതിരിക്കൂ. ലക്ഷ്മണ, ജ്യേഷ്ഠ, ജ്യേഷ്ഠത്തി, ശത്രുഘ്ന, ജ്യേഷ്ഠ, എന്നോട് ക്ഷമിച്ചാലും, എന്നോട് ക്ഷമിച്ചാലും. ജ്യേഷ്ഠ, രാജസഭയിലെ പ്രഥമരെല്ലാം നോക്കി നിൽക്കെ, പ്രജകളെല്ലാം ആരവം മുഴക്കെ, മധുരനാദം കേൾക്കെ, സ്നേഹനിധിയായ മാതാക്കൾ നിറഞ്ഞ മനസ്സോടെ അനുഗ്രഹിച്ച് വളകളിട്ട തരുണീമണികൾ മലർകൾ തൂകി മുറയനുസരിച്ച് പിതാവ് കൽപ്പിച്ചു തന്ന രാജപദവി ശിരസിലേറ്റാതെ ഒരു സന്യാസിയുടെ വേഷത്തിൽ വനത്തിലേക്ക് എന്തിനാണ് വന്നത്? ജ്യേഷ്ഠ, രവികുലത്തിന്റെ ഐശ്വര്യ വിളക്കായ അങ്ങയുടെ ശിരസിൽ ധരിക്കേണ്ട ആ കിരീടം പിതാവ് എനിക്ക് നൽകിയതിൽ എന്ത് ന്യായം? അത് പിതാവിന്റെ ആഗ്രഹമാണ് ഭരത. അത് വേണ്ടാന്ന് പറയുവാൻ നിനക്കോ എനിക്കോ അധികാരമില്ല. മാതാപിതാക്കൾ നൽകുന്ന ഉത്തരവാദിത്വം മറുവാക്ക് ചൊല്ലാതെ ഏൽക്കുന്നതാണ് സന്താനങ്ങളുടെ കടമ. അതിരിക്കട്ടെ, നീ വന്നതിന് പുറകെ ഇത്രയും മഹാന്മാരെയും കൂട്ടിക്കൊണ്ടുവന്ന് ഈ വലിയ കാനനത്തിൽ കഷ്ടപ്പെടുത്തേണ്ട കാര്യമുണ്ടായിരുന്നോ? ഭരതൻ തെറ്റുകാരനല്ല രാമ. നിന്നെ കാണാനുള്ള ആഗ്രഹത്താൽ ഞങ്ങളാണ് അവനോടൊപ്പം വന്നത്. നിങ്ങൾ ആഗ്രഹിച്ചതിൽ തെറ്റില്ല. അതുകൊണ്ട് തന്നെയല്ലേ എനിക്കത്രയും പ്രിയപ്പെട്ട മഹാത്മാക്കളായ നിങ്ങളേവരെയും എനിക്കിവിടെ ദർശിക്കാനുള്ള ഭാഗ്യമുണ്ടായത്. മഹാമന്ത്രി, അങ്ങേക്ക് സുഖം തന്നെയല്ലേ? നമ്മുടെ നാടും പ്രജകളും സുഖമായിരിക്കുന്നല്ലോ. രാമ, നീ പോരുമ്പോൾ നാടിന്റെ അവസ്ഥ എന്തായിരുന്നോ അതേ അവസ്ഥയിലാണ് ഇപ്പോഴും ഉള്ളത്. നാട്ടിലെ പ്രജകളും നാമും അതുപോലെ തന്നെ. സുമന്ത്രരെ, എന്നോട് നിങ്ങൾക്കുള്ള സ്നേഹത്താൽ നമ്മുടെ നാട് ശോകാവസ്ഥയിലാവുന്നത് അങ്ങേപ്പോലെയുള്ള മഹാമന്ത്രിമാർ അനുവദിക്കുന്നത് നല്ലതല്ല. ഇനി അങ്ങോട്ട് അത് നല്ല നിലയിൽ ഉയർത്തി എന്റെ അനുജൻ ഭരതന്റെ ഭരണം ഭംഗിയായി നടക്കുവാൻ അങ്ങയുടെ സഹായം വേണം. ഗുരുദേവ, അങ്ങയ്ക്ക് ഈ രാമന്റെ പ്രണാമം. എന്റെ തപജീവിതത്തിന്റെ തുടക്കത്തിൽ എനിക്ക് ജ്ഞാനോപദേശം തന്ന അങ്ങയെ കണ്ടുമുട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. എന്റെ ഇച്ഛയെന്തെന്നാൽ എന്റെ അനുജൻ ഭരതന്റെ ഭരണത്തെപ്പറ്റി ലോകമെങ്ങും അറിയുവാനായി അങ്ങയുടെ അനുഗ്രഹം ആവശ്യമാണ്. രാമ, ഇക്ഷ്വാകു വംശം എൻ്റെ ജീവന്റെ ഒരംശമാണ്. ആ വംശത്തിൽ പിറന്ന ക്ഷത്രിയരായ നിങ്ങൾക്ക് എൻ്റെ അനുഗ്രഹം എന്നും ഉണ്ടാകും. വളരെ സന്തോഷമുണ്ട് ഗുരുദേവ. അതിരിക്കട്ടെ ഭരത, നിങ്ങളെല്ലാവരും എന്നെ കാണാൻ വന്നിരിക്കുകയാണല്ലോ. പിതാവ് മാത്രം എന്തുകൊണ്ട് വന്നില്ല? ജ്യേഷ്ഠ, ജ്യേഷ്ഠ, രാമനെ വനത്തിലേക്ക് പറഞ്ഞയച്ച് വീണ്ടും അവനെ എങ്ങനെ കാണുമെന്നോർത്ത് അയോധ്യയിൽ തന്നെ നിൽക്കുകയാണോ പിതാവ്? അങ്ങനെ അദ്ദേഹം സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ നീയാണ് അദ്ദേഹത്തെ സമാധാനപ്പെടുത്തേണ്ടത്. അനുജ, നമ്മുടെ പിതാവിന് സുഖം തന്നെയല്ലേ? ജ്യേഷ്ഠ, ജ്യേഷ്ഠ, ഭരത, നീ എന്തിനാണ് കരയുന്നത്? ജ്യേഷ്ഠ, ഭരത, പിതാവിന് സുഖം തന്നെയല്ലേ? പിതാവ്, പിതാവ് പറയൂ. ജ്യേഷ്ഠ, അങ്ങ് രാജ്യത്ത് നിന്ന് പോന്ന അന്ന് പിതാവ്, നമ്മുടെ പിതാവ് മൃത്യു വരിച്ചു. ജ്യേഷ്ഠ, പിതാവേ, നമ്മുടെ പിതാവ് നമ്മയെല്ലാം വിട്ടുപിരിഞ്ഞ് സ്വർഗലോകത്തേക്ക് പോയി എന്നോ? ദേവന്മാർക്ക് വേണ്ടി അസുരന്മാരോട് ഏറ്റുമുട്ടി വിജയം വരിച്ച മഹാവീരൻ അദ്ദേഹം സ്വർഗലോകത്തേക്ക് പോയി എന്നോ? പിതാവേ,
രാമ, ഭൗതിക ജീവിതം ഉപേക്ഷിച്ച നിനക്ക് ഈ ഒരു വാർത്ത സഹിക്കാൻ കഴിയുന്നതല്ലെന്ന് എനിക്കറിയാം. എങ്കിലും നിന്റെ സങ്കടമൊക്കെ അടക്കി അരികിലുള്ള മന്ദാകിനി നദിക്കരയിലേക്ക് ചെന്ന് നിന്റെ പിതാവിന് വേണ്ടി ചെയ്യേണ്ട അന്ത്യകർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ട്. പുറപ്പെടൂ രാമ. गंगे च यमुने चैव गोदावरी सरस्वती नर्मदा सिन्धु कावेरी मन्दाकिनी जलेऽस्मिन् सन्निधिं कुरु पितृदेवता प्रीत्यर्थं तिलतर्पणं करिष्ये वसिष्ठगोत्रोद्भवस्य दशरथवर्मणोऽस्य पितरः स्वधानमस्तर्पयामि 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 सोमः पितृमान् यमो अञ्जनस्वात्तान् अग्निं गव्यवाहनादयः ये पितरः तान् पितॄगस्तर्पयामि तर्पयामि तर्पयामि सर्वान् पितॄगस्तर्पयामि तर्पयामि तर्पयामि सर्वान् पितृगणागस्तर्पयामि तर्पयामि तर्पयामि सर्वान् पितृपत्रीगस्तर्पयामि तर्पयामि तर्पयामि सर्वान् पितृपुत्रागस्तर्पयामि तर्पयामि तर्पयामि भूः पितॄगस्तर्पयामि तर्पयामि तर्पयामि भुवः पितॄगस्तर्पयामि तर्पयामि तर्पयामि सुवः पितॄगस्तर्पयामि तर्पयामि तर्पयामि ऊर्ध्वुवस्सुवः पितॄगस्तर्पयामि तर्पयामि तर्पयामि तृप्यत 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 ये के चास्तत्कुले च अपुत्रा गोत्रदामुताः ഭരത, പിതാവിനെ നഷ്ടപ്പെട്ട് രാജാവില്ലാതെ കഷ്ടപ്പെടുന്ന പ്രജകൾക്ക് ഇനി നീ മാത്രമാണ് തണൽ. ആയതിനാൽ മനസ്സിനെ ദൃഢമാക്കിക്കൊണ്ട് അയോധ്യയിലേക്ക് തിരിച്ചാലും പിതാവിൻ്റെ ആഗ്രഹപ്രകാരം രാജ്യഭരണം ഏറ്റെടുത്ത് നന്നായി ഭരിക്കുക. മടിച്ചു നിൽക്കാതെ പുറപ്പെട്ടാലും അനുജ. ജ്യേഷ്ഠ, ഇതെന്ത് ക്രൂരതയാണ്! അങ്ങ് ഈ കാനനത്തിൽ വലിയ കഷ്ടതകൾ അനുഭവിക്കുമ്പോൾ ഞാൻ കൊട്ടാരത്തിൽ സുഖഭോഗങ്ങൾ അനുഭവിച്ച് ഭരണം നടത്തണമെന്നോ? കഴിയില്ല ജ്യേഷ്ഠ, എനിക്കതിന് കഴിയില്ല. അങ്ങയും എന്നോടൊപ്പം അയോധ്യയിലേക്ക് വന്നേ പറ്റൂ. ഭരത, അങ്ങ് എന്നോടൊപ്പം വരില്ല എങ്കിൽ ഞാനും ഇവിടെ തന്നെ താമസിക്കും. അനുജ, ഞാൻ പറയുന്നത് കേൾക്കൂ. നീ നമ്മുടെ രാജ്യത്തേക്ക് ചെല്ലൂ. ഞാൻ 14 വർഷങ്ങൾ കഴിഞ്ഞ് ഉറപ്പായും നാട്ടിലേക്ക് തിരിച്ചു വരും. മാത്രവുമല്ല, നമ്മുടെ പിതാവ് ഭരണം തന്നത് നിനക്കല്ലയോ? ജ്യേഷ്ഠ, പിതാവ് എനിക്ക് തന്ന രാജ്യത്തെ അങ്ങയ്ക്ക് തന്നെ തിരികെ തരികയാണ്. അത് അങ്ങ് മറുവാക്ക് പറയാതെ ഏറ്റെടുക്കുക തന്നെ വേണം. ഭരത, ഞാൻ പറയുന്നത് കേൾക്കൂ. അയോധ്യയിലേക്ക് ചെന്ന് ഭരണകാര്യങ്ങളിൽ ശ്രദ്ധിക്കൂ. ഗുരുദേവ, പറഞ്ഞാലും എന്റെ ജ്യേഷ്ഠൻ ശ്രീരാമൻ കൂടെ വരാൻ വിസമ്മതിക്കുന്നു. അങ്ങെങ്കിലും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിയാലും. അങ്ങയുടെ ഗുരുകുലത്തിൽ ഞങ്ങൾ വസിച്ച കാലത്ത് ഞങ്ങൾക്ക് വില്ലെടുത്ത് തരുന്ന സമയത്ത് എനിക്ക് ഞാൻ പിടിക്കാൻ പഠിപ്പിച്ചു തന്ന ആ കയ്യ് ഇന്നിതാ എന്നെ വിട്ട് പിരിഞ്ഞു പോവുകയാണ്. പറഞ്ഞാലും ഗുരുദേവ, അദ്ദേഹത്തോട് മടങ്ങിപ്പോകാമെന്ന് പറഞ്ഞാലും ലോകത്തിന്റെ 4 ദിശകളെന്ന പോലെ സൂര്യകുലത്തിൽ പിറന്ന നിങ്ങൾ ഒത്തൊരുമയോടെ വാഴുക എന്ന് അന്ന് പറഞ്ഞില്ലായിരുന്നോ? ഇന്നതെന്റെ ജ്യേഷ്ഠനോട് എടുത്തു പറഞ്ഞാലും ഗുരുദേവ, പറഞ്ഞാലും. ലക്ഷ്മണ, അനുജ, ഗുരുദേവനാണെങ്കിൽ നമ്മുടെ പിതാവിന്റെ ആഗ്രഹമായതുകൊണ്ട് ഒന്നും തന്നെ പറയുന്നില്ല. നീയെങ്കിലും ഒന്ന് പറയൂ. നമ്മുടെ ജ്യേഷ്ഠനോട് നമുക്ക് മടങ്ങിപ്പോകാമെന്ന് പറയൂ. നമ്മൾ 4 പേര് സഹോദരങ്ങളാണ്. ഇങ്ങനെ നമ്മൾ പിരിഞ്ഞു കഴിയുകയാണെങ്കിൽ മാലോകർ നമ്മെപ്പറ്റി എന്ത് കരുതും? നീ ജ്യേഷ്ഠന്റെ തോളോട് തോൾ നിന്നുകൊണ്ട് തുണയായി നിൽക്കുന്നവനാണ്.
അനുജനുണ്ടെങ്കിൽ ജ്യേഷ്ഠന് യാതൊരു ആപത്തും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അഹങ്കരിച്ചവനാണ്. നീ പറഞ്ഞാൽ ഉറപ്പായും കേൾക്കും. പറയൂ, പറയൂ, പറയൂ ലക്ഷ്മണ, പറയൂ. ലക്ഷ്മണ, നീയും എന്നെ സഹായിക്കുകയില്ലെന്നാണോ? മഹാമന്ത്രി, താങ്കളെങ്കിലും എന്റെ മനോവേദന ജ്യേഷ്ഠനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കൂ. അദ്ദേഹത്തോട് എന്നോടൊപ്പം വരാൻ പറയൂ. ബാല്യകാലത്ത് അങ്ങ് ഞങ്ങൾക്ക് രാജനീതി പഠിപ്പിച്ചു തരുന്ന സമയത്ത് 4 പശുക്കൾ ചേർന്ന് ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് സിംഹത്തെ തോൽപ്പിച്ച കഥ പറഞ്ഞു തന്നു. പിന്നീട് അവർ പിരിഞ്ഞതും സിംഹത്താൽ അവർ നേരിടേണ്ടി വന്ന കഷ്ടതകൾ പറഞ്ഞു തന്നുവല്ലോ. ആ കഥ ഒന്നുകൂടി എടുത്തു പറയൂ. എന്റെ ജ്യേഷ്ഠൻ ഉറപ്പായും എന്റെ കൂടെ വരും. പറഞ്ഞാലും. മഹാമന്ത്രി, മഹാമന്ത്രി, അങ്ങ് മൗനവ്രതത്തിലാണോ? മാതുല, അങ്ങെങ്കിലും എന്റെ ജ്യേഷ്ഠനെ പറഞ്ഞു മനസ്സിലാക്കിയാലും എന്റെ മാതാവ് ചെയ്ത തെറ്റ് അങ്ങേക്ക് തിരുത്താമല്ലോ. ജ്യേഷ്ഠത്തി, ജ്യേഷ്ഠത്തി, എല്ലാവരും എന്നെ കൈവിട്ടിരിക്കുകയാണ്. ഈ നിലയിൽ അവിടുന്ന് എന്നെ സഹായിച്ചില്ല എങ്കിൽ പെറ്റമ്മയാൽ പഴി ചുമന്ന് നിൽക്കുന്ന എനിക്ക് മരണമല്ലാതെ വേറെ വഴിയൊന്നുമില്ല, വേറെ വഴിയൊന്നുമില്ല. ആയതിനാൽ അവിടുന്നെങ്കിലും ജ്യേഷ്ഠനോട് രാജ്യത്തേക്ക് പോകാമെന്ന് പറയൂ. പറഞ്ഞാലും ജ്യേഷ്ഠത്തി, പറഞ്ഞാലും. അയ്യോ, എന്തുകൊണ്ടാണ് അവിടുന്ന് മൗനം പാലിക്കുന്നത്? പറയൂ ജ്യേഷ്ഠത്തി, പറഞ്ഞാലും, പറഞ്ഞാലും ജ്യേഷ്ഠത്തി. അവിടുന്നും പറയില്ലെന്നാണോ? ഇവിടെ ആരും തന്നെ പറയില്ലെന്നാണോ? ധർമ്മമേ, നീതിയെ, നിങ്ങളെങ്കിലും എനിക്ക് ഉത്തരം നൽകിയാലും, ഉത്തരം നൽകിയാലും. ആരും തന്നെ ഒന്നും പറയില്ല ഭരത. എന്തുകൊണ്ടെന്നാൽ അവർക്ക് നീതി എന്തെന്നറിയാം. നീ എത്ര തന്നെ പറഞ്ഞാലും അവരത് കേൾക്കുകയില്ല. അനുജ, നീ എനിക്ക് തന്ന രാജ്യം ഞാൻ നിനക്ക് തന്നെ തിരികെ നൽകുകയാണ്. നീ ഇപ്പോൾ ഈ എനിക്ക് വേണ്ടി ഭരണം ഏറ്റെടുക്കേണ്ടതാണ്. ഞാൻ 14 വർഷങ്ങൾ കഴിഞ്ഞാൽ ഉടൻ ഉറപ്പായും വരുന്നതാണ്. പുറപ്പെട്ടാലും. പുറപ്പെടൂ ഭരത. ഭരത, ജ്യേഷ്ഠ, അങ്ങേ പിരിഞ്ഞ് എങ്ങനെയാണ് ജീവിക്കുക? ജ്യേഷ്ഠ, ജ്യേഷ്ഠ, ജ്യേഷ്ഠ. ഭരത, വിഷമിക്കാതിരിക്കൂ. ജ്യേഷ്ഠ, ശരി ജ്യേഷ്ഠ, ഞാൻ തിരികെ പോകാം. അങ്ങേക്ക് വേണ്ടി മാലോകരുടെ പഴികളെല്ലാം ഈ ഞാൻ ഏറ്റെടുത്തുകൊള്ളാം. എന്നാൽ ഒരു നിബന്ധനയുണ്ട്. അങ്ങയുടെ ഈ പാദുകങ്ങൾ എനിക്ക് നൽകി അനുഗ്രഹിക്കണം, എനിക്ക് നൽകി അനുഗ്രഹിക്കണം. ഞാൻ അയോധ്യയുടെ അതിർത്തിയായ നന്ദിഗ്രാമത്തിൽ തങ്ങി അങ്ങയുടെ ഈ പാദുകങ്ങൾ പട്ടാഭിഷേകം ചെയ്ത് അവയുടെ പ്രതിനിധിയായി ഭരണ ചുമതലയെല്ലാം ഏറ്റെടുത്തുകൊള്ളാം. അതായത് അയോധ്യയിൽ ഭരതന്റെ ഭരണമില്ല, ശ്രീരാമചന്ദ്രമൂർത്തിയുടെ ഭരണമാണ് നടക്കുന്നതെന്ന് ഈ ലോകത്തിന് മുമ്പിൽ തെളിയിച്ച് കാണിക്കും ഞാൻ. മാത്രമല്ല, അങ്ങയുടെ 14 വർഷത്തെ വനവാസം കഴിഞ്ഞാൽ ഉടനെ നാട്ടിലേക്ക് തിരികെ വന്ന് ഭരണ ചുമതല ഏറ്റെടുക്കേണ്ടതാണ്. അങ്ങ് വരുവാൻ ഒരു ദിവസം താമസിച്ചാൽ പോലും ഞാൻ അഗ്നിപ്രവേശം ചെയ്തിരിക്കും. ഇത് ശ്രീരാമചന്ദ്രമൂർത്തിയാണ് സത്യം. ഇല്ല, വേണ്ട ഭരത, അങ്ങനെ ഒന്നും നടക്കുവാൻ പാടില്ല. ഞാൻ പറഞ്ഞ ദിവസം തന്നെ അയോധ്യയിലേക്ക് തിരിച്ചു വരുന്നതാണ്. ജ്യേഷ്ഠത്തി, അവിടുന്നാണ് ജ്യേഷ്ഠൻ പറഞ്ഞതിന് സാക്ഷി. അനുജ, ഭരത, ഇതാ നീ ചോദിച്ചത് പ്രകാരം മെതിയടികൾ എടുത്തുകൊള്ളുക. ജ്യേഷ്ഠ,